ചില സമയത്ത് നമുക്ക് നമ്മൾ അത്രയൊക്കെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടാൽ കൂടെ നമ്മുടെ കയ്യിൽ നല്ല ഫിനാൻഷ്യലി ടൈറ്റ് വരും. അപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയോ നാളെ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല രമ്യ. സത്യം. നമ്മൾ ഞാനിപ്പോൾ നമ്മൾ ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ ആരെങ്കിലും ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ അങ്ങനെ സ്നേഹിച്ച് അങ്ങനെ സ്വപ്നം കണ്ടിട്ടല്ലേ കല്യാണം കഴിക്കണേ. പിന്നെ അത് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത് നമ്മുടെ പ്രശ്നവും നമ്മുടെ തലയിലെടുത്തും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും. പക്ഷെ ഒരാളെ ഇഷ്ടപ്പെട്ട ഒരാളെ ലൈഫിൽ വേണ്ടാന്നൂടെ വെക്കുന്നൊരു തീരുമാനത്തിൽ എത്തണമെങ്കിൽ നമ്മൾ എന്തുമാത്രം മാനസികമായിട്ട് വിഷമിച്ചിട്ടും കൂടെ ആയിരിക്കും ആ തീരുമാനം എടുക്കുന്നത്. അല്ലാതെ ചുമ്മാ ഞാൻ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഞാനിപ്പോൾ നേരത്തെ എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഇത് ചെയ്തത്, ഇപ്പം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ കൂടെ പറയുന്നത്, ഓ നിൻ്റെ കരച്ചിലൊക്കെ ഞങ്ങൾ ബിഗ് ബോസിൽ കുറേ കണ്ടിട്ടുള്ളതല്ലേ, അതേ പറയുള്ളൂ. നീ അന്ന് കുറേ കാണിച്ചു കൂട്ടിയതിൻ്റെ അല്ലേ ഇപ്പം അനുഭവിക്കുന്നത്, അതേ പറയുള്ളൂ. ആ പറയുന്നൊന്നും എനിക്കിപ്പോൾ എന്നെ ലെവലേശം ഏക്കില്ല. പക്ഷേ എങ്കിലും ഞാൻ ചിന്തിക്കുന്നത് ആൾക്കാരുടെ കാഴ്ചപ്പാടിനെ പറ്റിയിട്ടാണ്. ഇപ്പം ഞാനോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എൻ്റെ ലൈഫിൽ? അല്ലെ ബിഗ് ബോസ് കാരണമല്ല എൻ്റെ ലൈഫിലൊരു പ്രശ്നം ഉണ്ടായേക്കുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കേരളത്തിലുള്ള ഓൾമോസ്റ്റ് ആൾക്കാർക്ക് ഉണ്ട്. ബിഗ് ബോസ് അവളുടെ ലൈഫ് ഇല്ലാണ്ടാക്കി എന്ന്. അങ്ങനെ അത് ഇല്ല. ബിഗ് ബോസ് അല്ല ഞങ്ങളുടെ അത്ര. ആ ബിഗ് ബോസിൽ ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ ഒരു ഘട്ടം വന്നപ്പം ഞാൻ എന്തായാലും കുഴപ്പമില്ല, എൻ്റെ അച്ഛനെ അമ്മയെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ എന്നെ വേണ്ടാന്ന് വെക്കാനും മാത്രം അമ്പാടിയുടെ അച്ഛൻ മോശമല്ല, അയാൾ നല്ല ജെൻറ്റിൽമാനാണ്. ഇക്കാര്യം ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഞാൻ വീണ്ടും അതിനെപ്പറ്റി സംസാരിച്ച് ഇതുണ്ടാക്കണ്ട. കാരണം അതിപ്പോൾ കിട്ടിയ വീണ്ടും ആ പഴയതിലേക്ക് പോകുന്നതിൻ്റെ ഇതായിപ്പോവും. കാരണം എനിക്ക് അതിലൊക്കെ ഞാൻ ഓവർകം ചെയ്ത് ഞാൻ ഓക്കെ ആയി വന്നതാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുണ്ടായ പ്രശ്നമാണ് നിൻ്റെ ലൈഫ്. ബിഗ് ബോസിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടല്ലേ. അങ്ങനെ ബിഗ് ബോസിലെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ട് എന്നെ വേണ്ടാന്ന് വെക്കാൻ മാത്രം കണ്ണൻ അത്ര മോശമൊന്നുമല്ല. കണ്ണൻ ഞാൻ ഇപ്പോഴും പറയണല്ലോ, അയാൾ നല്ല മനുഷ്യനാണ്, ജെൻറ്റിൽമാൻ ആയിട്ടുള്ള ആളാണ്. അയാൾ അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളൊന്നുമല്ല. ഞങ്ങളുടെ പ്രശ്നങ്ങളേ വേറെ തന്നെയായിരുന്നു. അപ്പൊ ബിഗ് ബോസേ അല്ല. ആൾക്കാർ വിചാരിക്കുന്നത് ബിഗ് ബോസിൽ പോയിട്ട് വന്നു അതിന്റെ പ്രശ്നങ്ങളായി. കാരണം ആ ഒരു സീസണിൽ പലരും ഇതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് പലർക്കും ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നാട്ടുകാർ സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്തിക്കുന്നത്. ബിഗ് ബോസ് കാരണം ബിഗ് ബോസ് കാരണമൊന്നും അല്ല എൻ്റെ ലൈഫ് ഇല്ലാണ്ടായത്. പിന്നെ ബിഗ് ബോസിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പുള്ളി വന്നപ്പോൾ എന്നോട് ചോദിച്ചു എന്ന് മാത്രം, നീ എന്തുകൊണ്ട് ഇത്രയും വിഷമം ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞില്ല, അതായിട്ടേ ഉള്ളൂ. അല്ലാതെ ബിഗ് ബോസ് കാരണം എന്നൊരു സാധനം ഇല്ല കേട്ടോ. കാരണം അത് ഞങ്ങളുടെ വേറെ തന്നെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് വേറെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഇപ്പം ആദ്യം മുതലേ ഉള്ള പല കാര്യങ്ങളും ആയിരിക്കുമല്ലോ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ എല്ലാം പ്രശ്നമായി മാറുന്നത്. ഇപ്പോൾ ബിഗ് ബോസിൽ ഞാൻ കണ്ണനെ പറ്റി എനിക്ക് അത്രയും ഇഷ്ടം എന്ന് പറയുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ അതേ സ്റ്റാൻഡിൽ തന്നെ. എനിക്ക് പുള്ളിയോട് ദേഷ്യമില്ല. എനിക്കിനിയും മുന്നോട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നമുക്ക് പറ്റില്ല, അതേ ഉള്ളൂ. അതല്ലാതെ എനിക്ക് ഇപ്പോൾ ഒന്നുമില്ല. നമ്മൾ വഴക്ക് പിടിക്കുന്ന സമയത്ത് 2-2.5 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടായി. അതല്ലാതെ പുള്ളിക്കും എന്നോടും അങ്ങനെ തന്നെയാണ് കേട്ടോ. പുള്ളിക്കും എന്നോട് ദേഷ്യമോ വെറുപ്പൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ നേരിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ചിരിച്ചോണ്ട് മുഖത്ത് ഫേസ് ടു ഫേസ് ചിരിക്കാൻ പറ്റില്ലല്ലോ. പുള്ളിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളായിരുന്നു. ബിഗ് ബോസ് അല്ല എല്ലാവരുടെയും ധാരണ. അപ്പോൾ ഇപ്പം ബിഗ് ബോസിൽ ഞാൻ പലതും പറയുമ്പം ഒരുപാട് ഞാൻ കരയുമായിരുന്നു. അതിനുശേഷം ഇപ്പം അവൾ കരയുന്നില്ല. ഇപ്പം ഞാൻ ഇന്ന് കരഞ്ഞ ഉടനെ പറയും, ഓ വീണ്ടും അവളുടെ മുതല കണ്ണീര് തുടങ്ങി, ഇതായിരിക്കും കമൻറ്റ് വരുന്നത്. പക്ഷെ നമ്മൾ വളരും തോറും നമ്മളുടെ ചിന്താഗതിയും നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ സ്ട്രോങ് ആവുകയും ചെയ്യല്ലേ രമ്യ. ഇപ്പം ഞാൻ ആ സ്റ്റേജിലാണ് ഉള്ളത്. പിന്നെ അച്ഛൻ്റെയൊക്കെ കാര്യം പറയുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത്രയും സംസാരിക്കുമ്പം നമുക്ക് വിങ്ങും ഒരു സ്റ്റേജ് എത്തുമ്പം. അതല്ലാതെ എനിക്ക് പുറമേ പോയി എൻ്റെ വിഷമം അല്ലെങ്കിൽ എനിക്ക് പബ്ലിക്കിനോട് ഞാൻ കരഞ്ഞ് ഞാൻ ഭയങ്കര എപ്പോഴും അത് സഹതപിക്കാനേ പറ്റുള്ളൂ. അവർക്കൊന്നിനും സൊല്യൂഷൻ ഉണ്ടാവില്ലല്ലോ.
എൻ്റെ പ്രശ്നം എന്നും എൻ്റെ പ്രശ്നം തന്നെയായിരിക്കും. എൻ്റെ വിഷമം എന്നും എൻ്റെ വിഷമം തന്നെയായിരിക്കും. അതൊക്കെ എൻ്റെ മാത്രമാണ്. വിഷമങ്ങളാ. അതിനെ സഹതപിക്കാൻ മാത്രമേ മറ്റുള്ളവർക്ക് പറ്റുള്ളൂ. നമ്മൾ തന്നെ വേണം അനുഭവിക്കാൻ. അപ്പോൾ എപ്പോഴും ഞാൻ ചിരിച്ചിരിക്കുന്ന കാണാനാണ് ഇഷ്ടം. ഞാനെന്നല്ല, എല്ലാവർക്കും തന്നെയല്ലേ ഇഷ്ടം. അതെ, എല്ലാവർക്കും അതിനെ ഇഷ്ടം. പിന്നെ എന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ഒത്തിരി പേര്. എനിക്ക് അവരോട് ഇഷ്ടമേ ഉള്ളൂ. എനിക്ക് ആരോടും എനിക്ക് അറിയത്ത് പോലും ഇല്ലാത്ത ആൾക്കാരാ എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്നെ പേഴ്സണലി ഞാൻ എന്താന്ന് പോലും അറിയാത്ത ആൾക്കാരായിരിക്കും എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നത്. ഒന്നും പറയുന്നത്. എനിക്ക് അവരോട് യാതൊരു പരിഭവവും ഇല്ല. ഇപ്പൊ ഈ ബിഗ് ബോസില് പോയത് കൊണ്ട് ഇന്നിപ്പോ റിഗ്രറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് പേഴ്സണൽ ലൈഫിൽ ഒരു ഇഷ്യൂ ഉണ്ടായില്ല എന്ന് വീണ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ മറുവശത്ത് പ്രൊഫഷണൽ ലൈഫിൽ അന്ന് അവിടെ നിന്നും ഉണ്ടായ ആ ഒരു ഇൻസിഡന്റ് ആയിക്കോട്ടെ, അന്ന് അവിടെ നിന്നുണ്ടായ പ്രശ്നങ്ങൾ കാരണം എപ്പോഴെങ്കിലും പിന്നീട് അങ്ങോട്ട് ചാൻസസ് കുറഞ്ഞു എന്നോ പ്രൊഫഷണൽ ലൈഫിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ? ബിഗ് ബോസിൽ വന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസിന് ശേഷമാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ വീണ നായർ എന്ന് പറഞ്ഞൊരു പേര് ബ്രാൻഡ് പോലെ. ഇപ്പോൾ വീണ നായർ ബ്രാൻഡെന്ന് ഉദ്ദേശിക്കുന്ന എൻ്റെ പേരിൻ്റെ കാര്യം കേട്ടോ. മനസ്സിലായി. ഒരു 4-4.5 കോടി ജനങ്ങളുണ്ട് മലയാളികൾ. അതിനകത്തൊരു 1 കോടിക്കെങ്കിലും അറിയാമെന്ന് വിചാരിച്ചോളൂ വീണ നായർ എന്നുള്ള പേര്. ബാക്കി വിട്ടേക്ക്, 1 കോടിക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് കൊണ്ടാ. അല്ലാതെ എൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് എല്ലാവർക്കും എന്നെ അറിയുള്ളായിരുന്നു. കോകില, തട്ടിമുട്ടിയിലെ കോകില, വെള്ളിമൂങ്ങയിലെ പ്രസിഡന്റ്, ഇങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ വീണ നായർ എന്നുള്ളൊരു പേരുണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ അത് ഭയങ്കര പാടാ. ആ പേര് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതുവരെ ഞാൻ കൊണ്ടുപോയിട്ടുള്ളത്. ഈ ബിഗ് ബോസിൽ നിന്ന് വന്നിട്ടുള്ള ഈ കുറച്ച് നെഗറ്റീവ് കമൻസുകൾ, ബിഗ് ബോസിൽ നിന്ന് വന്നിട്ടുള്ള കുറേ നെഗറ്റീവ് ഈ അവൾ ബിഗ് ബോസിൽ വന്ന് കരഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം ഈ ഷോയ്ക്ക് വേണ്ടി കരയുന്നൊന്നുമല്ല. നമുക്ക് ഇവിടുന്ന് എല്ലാവർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ബിഗ് ബോസിന് മുന്നെയാണ് അമ്പാടിയുടെ ഫീഡിങ് നിർത്തിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോണേ. ഒരു എല്ലാ സ്ത്രീകൾക്കും അറിയാം ഫീഡിങ് നിർത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. നമുക്ക് ഭയങ്കര വിഷമാണ് കുഞ്ഞിനെ കാണാണ്ടിരിക്കുക. ഇത് 360, അതായത് കുഞ്ഞ് ജനിച്ചന്ന് മുതൽ എൻ്റെ കൂടെ നിന്ന കുഞ്ഞാ. അതിനെ വിട്ടിട്ട് ഞാൻ ഒരു ഇതും ഇല്ലാണ്ട് പോവാണേ. ബാക്കിയുള്ളവർ ചോദിക്കും, അപ്പം ദുബായിൽ ജോലി ചെയ്യുന്നവർ സൗദിയിലൊക്കെ മക്കളെ വിട്ടിട്ട് പോകുന്നില്ലേ, അവർക്ക് അറ്റ്ലീസ്റ്റ് ഫോൺ വിളിക്കാം, ഒന്ന് കാണാം, വിവരം അറിയാം. അറ്റ്ലീസ്റ്റ് ഒരു ലെറ്റർ എഴുതിയ 5 ദിവസം കഴിഞ്ഞ് കിട്ടും. ഇതീ പോകുന്ന ഷോയിൽ പോയാൽ എൻ്റെ കുഞ്ഞിന് ഭഗവാൻ അവിടെ എല്ലാം കുഴപ്പമില്ലാണ്ട് കണ്ണൻ്റെ അച്ഛനും അമ്മയും നോക്കുന്നു എന്നുള്ള നമ്മൾ ഉറപ്പിലാണല്ലോ പോകുന്നത്. അതവരതുപോലെ തന്നെ നോക്കിയിട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനെ, പൊന്നുപോലെ അവർ നോക്കിയത്.